നമുക്കിന്ന് ആനിമയെ പറ്റി സംസാരിച്ചാലോ? ഇപ്പോൾ മലയാളികൾക്കിടയിലും ആനിമെ വലിയ ആവേശമാണ് അല്ലേ? ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഇത്തരം സീരീസുകൾ മലയാളി യുവാക്കളിലേക്ക് എത്തിയത്. ജപ്പാനിൽ ആരംഭിച്ച അനിമെ ഇന്ന് നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ള യുവാക്കളുടെ ഇഷ്ടലോകമാണ്. കഥകളും മനോഹരമായ വിഷ്വൽസും ശബ്ദങ്ങളും സംഗീതവും എല്ലാം കൊണ്ടും ആനിമെ സീരീസിൻ്റെ ആരാധന കൂട്ടുന്നതിന് ഒരു കാരണമായിട്ടുണ്ട്. ആദ്യം നരോട്ടോ എന്നൊരു സീരീസിനെ കുറിച്ച് നമുക്ക് പറയാം. നിഞ്ചകളുടെ ഒരു മനോഹരമായ ലോകത്തേക്ക് നമ്മളെയും കൊണ്ടുപോകുന്ന ഒരു സീരീസാണിത്. നരോട്ടോ ഉസുമാക്കി എന്ന ബാലൻ്റെ ജീവിതം, അവൻ്റെ സ്വപ്നങ്ങൾ, അവൻ്റെ പോരാട്ടങ്ങൾ, ഇതൊക്കെയാണ് ഈ കഥയിലുള്ളത്. ഇതിൽ സൗഹൃദം, കുടുംബ ബന്ധം, സ്വപ്ന സാക്ഷാത്കാരം തുടങ്ങി ഒരുപാട് ആശയങ്ങൾ പ്രേക്ഷകരെ കൂടുതൽ അങ്ങോട്ട് ആകർഷിക്കും. ഇതുപോലെ നമ്മളെ നന്നായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു സീരീസാണ് ഡെത്ത് നോട്ട്. നിയമത്തെയും നീതിയെയും കുറിച്ച് ചിന്തിപ്പിക്കുന്ന ഒരു സീരീസാണിത്. കൂടുതൽ സസ്പെൻസ് നിറഞ്ഞ കഥകളിൽ താല്പര്യമുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി സീരീസ്. നീതി, അധികാരം, മനഃശാന്തി എന്നിവയെ പറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഈ ഒരു അടിപൊളി സീരീസ് എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം, ഡെത്ത് നോട്ട്. അടുത്തതായിട്ട് അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന സീരീസ്. മനുഷ്യത്വവും മനുഷ്യരുടെ അതിജീവനത്തിനായുള്ള മത്സരവും നമുക്ക് ഈ സീരീസിൽ കാണാൻ പറ്റും. വൺ പീസ്, ഡ്രാഗൺ ബോൾ, ഡീമൺ സ്ലെയർ, മൈ ഹീറോ അക്കാഡമിയ, ജുജുത്സു കൈസൻ എന്നീ സീരീസുകൾ ഓരോന്നും വ്യത്യസ്തങ്ങളായ സ്റ്റോറീസും ആശയങ്ങളും നൽകുന്നവയാണ്. ഈ സീരീസിലോടൊക്കെ സൗഹൃദത്തിൻ്റെ വാല്യൂസും നമ്മുടെ ലൈഫിൻ്റെ ഹാപ്പിനെസ്, അതിൻ്റെ കുറച്ച് ജീവിത പാഠങ്ങൾ, ഇവയൊക്കെ തന്നെ യുവാക്കൾക്ക് ഇൻസ്പയർ നൽകുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇത്തരം അനിമയുടെയൊക്കെ പ്രൊഡക്ഷൻ കമ്പനി വളരെ പ്രശംസ അർഹിക്കുന്നുണ്ട് ഇല്ലേ? സ്റ്റുഡിയോ ഗിബ്ലി, മപ്പ, ട്വൈ അനിമേഷൻ, ക്യോട്ടോ അനിമേഷൻ, ഇവയൊക്കെ ചില അനിമെ പ്രൊഡക്ഷൻ കമ്പനികളാണ് കേട്ടോ. 1000+ എപ്പിസോഡ്സ് ഉള്ള വൺ പീസ് അനിമയുടെ പ്രൊഡക്ഷൻ ചെയ്തത് ട്വൈ അനിമേഷൻ പ്രൊഡക്ഷൻ കമ്പനിയാണ്. അതെത്ര പേർക്ക് അറിയായിരുന്നു? അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങളും അനിമ കാണാറുള്ളവരാണോ? കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട അനിമ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അനിമെ കാണാത്തവർക്ക് വേണ്ടി കാണാൻ പറ്റിയ നല്ല അനിമേസ് സജസ്റ്റ് ചെയ്യൽ കൂടി വേണം കേട്ടോ.